കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പണിയുന്നത് കേരള ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റ് അല്ല. കേന്ദ്ര ഗവൺമെന്റ് 60% പൈസ കൊടുക്കുന്നേ ഉള്ളൂ. DPR വന്നു കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്തിട്ട്. അപ്പൊ അതുകൊണ്ട് അത് ആ തലത്തിൽ അന്വേഷിക്കേണ്ടി വരും. പോർട്ടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഇത് ഈ പറഞ്ഞത്. അത് നമ്മുടെ സമുദ്രപാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അതായിരിക്കും അല്ലേ? അത് ആ പദ്ധതിയാണ്. ആണോ? അല്ല, തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞില്ല, അത് ഉപയോഗിക്കണമെന്നാ പറഞ്ഞു. അത് ഉപയോഗിക്കണം കേരളത്തിന് വേണ്ടിയുള്ള. അതായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിന്റെ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കണം. ഈ പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ അതിന്റെ പദ്ധതി ആവിഷ്കരിക്കുകയും അതിനുവേണ്ടിയുള്ള അംഗീകാരത്തിന് കൊടുക്കുകയും ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. ബാക്കിയുള്ള ശ്രമിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഇത് 12.5 ലക്ഷം കോടി രൂപയാണ്. ഞാൻ പറഞ്ഞിട്ട് 11,11,111. അതിന്റെ കൂടെ 1.5 ലക്ഷം കോടിയും കൂടെ വരികയാണ് നമ്മുടെ ഈ പലിശയില്ലാത്ത. അതിനൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും. അത് സ്റ്റേറ്റുകൾ കോമ്പീറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന കാര്യമില്ല. അപ്പൊ അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്ന മേഖലകളിലുള്ള അടിസ്ഥാന വികസനത്തിന് വേണ്ടി സാധിക്കണം. കാരണം ഇതിപ്പം ഈ സ്ഥലം എടുക്കുന്ന കാര്യത്തിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയാണ്. പക്ഷെ സ്ഥലമുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ധാരാളം സ്ഥലങ്ങൾ ചില സ്ഥലത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഉപയോഗിക്കാവുന്ന പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. പാലം പ്രധാന ഒരു പാലമാണ് കണക്ട് ചെയ്യുന്നത്. ആ പാലം 2 ദിവസം കൂട്ടിയിട്ടാണ് അതിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തത്. 2 ദിവസം അത് പൊളിഞ്ഞു പോയത്. അതിന് എന്താണ് അതിന്റെ ഒരു ശാശ്വത? അല്ല, അതെനിക്ക് പഠിക്കണം. അത് എന്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതല്ല ഞാൻ പറഞ്ഞത്. അത് കേരളത്തിലെ അതിനെപ്പറ്റിയുള്ള ആ രീതിയിലുള്ള ഒരു ചർച്ചയോ ഒരു ഇൻഫർമേഷനോ കിട്ടിയിട്ടില്ല. കാരണം അതിന്റെ മെയിന്റനൻസിന്റെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെയിന്റനൻസ് അതിന്റെ സ്റ്റാൻഡേർഡ് തലത്തിലാണോ അതല്ലേ ചോദിക്കുന്നത്? അത് നമ്മുടെ PWD വകുപ്പുകാരോട് ചോദിച്ചാല് അത് ക്യാരി ഔട്ട് ചെയ്യുന്ന ഇവരാണല്ലോ. അതിപ്പോ അതിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ആണെങ്കിലും ഇവരാണല്ലോ അത് പ്രക്രിയ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇത് സ്റ്റേറ്റും കേന്ദ്രവും കൂടെയുള്ള പദ്ധതികളാണ് പലപ്പോഴും. വകുപ്പ് തല അന്വേഷണം അല്ല, അതിനെപ്പറ്റി പരാതി കിട്ടിക്കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ആ രീതിയിലുള്ള പരാതി റെപ്രസെന്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പരിശോധിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ നോംസ് പാലിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റി കിട്ടിക്കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മള് പാലം വരെ എത്തി. ശരി, നമസ്കാരം. പക്ഷേ CPM നടത്തിയത് ഫിഡൽ കാസ്ട്രോയ്ക്ക് അനുരൂപയൊക്കെ നടത്തിക്കൊണ്ടാണ് അവര് പരിപാടി രാജ്യമൊക്കെ നടത്തിയിട്ടുള്ളത്. ഫിഡൽ കാസ്ട്രോയുടെ എന്തായിരുന്നു? കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജറ്റിൽ കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഫിഷറീസ് മേഖലയിൽ ചെമ്മീൻ കൃഷിക്കും മറ്റ് അനുകൂല സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും മന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുന്നു.